പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് സാസോ കോഴികൾ എന്നുള്ളതാണ്. സാസോ കോഴികൾ പൊതുവെ നാടൻ കോഴികളല്ല. പല സ്ഥലങ്ങളിലും നാടൻ കോഴി എന്നുള്ള രീതിക്ക് സാസോ കോഴികൾ വളർത്തുന്നുണ്ട്. എന്നാൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് ഈ സാസോ കോഴികൾ. നാടൻ കോഴികളെ അപേക്ഷിച്ച് സോഫ്റ്റ് ആയതും എന്നാൽ മാംസത്തിന് നല്ല കട്ടിയുള്ളതുമായ ബ്രോയിലർ കോഴിയാണ് സാസോ കോഴികൾ. സാസോ കോഴികൾ രൂപം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണെന്ന് അറിയപ്പെടുന്നുണ്ട്. ബ്രോയിലർ കോഴികളാണെങ്കിലും നാടൻ കോഴികളെ പോലെ തന്നെ നമുക്ക് വളർത്താൻ സാധിക്കും. കറുപ്പും വെളുപ്പും നാടൻ കോഴികളുടെ അതേ കളറിൽ തന്നെ ഇവയും നമുക്ക് ലഭിക്കും. നാടൻ കോഴികളെപ്പോലെ പൂർണ്ണമായിട്ട് തുറന്നു വിട്ട് വളർത്താം. കോഴിക്കൂടിന് ഉള്ളിലാക്കി നമുക്ക് വളർത്താം. ഹൈടെക് കൂടുകളിലും ഇവയെ വളർത്താം. ഇവയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തീറ്റയിൽ നിർബന്ധമില്ലാത്ത കോഴിയിനമാണ് സാസോ കോഴികൾ. ഇന്ന തീറ്റ തന്നെ വേണമെന്നില്ല, എന്തു കൊടുത്താലും കഴിക്കുന്ന ഇനം കൂടിയാണ് സാസോ കോഴികൾ. നിലവിൽ മുട്ടയ്ക്ക് ഉപയോഗിക്കുന്ന BV380, കൈരളി എന്നീ കോഴികളൊക്കെ വരുന്നതിന് മുൻപ്, അധികം പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സാസോ കോഴികളാണ് കൂടുതലായിട്ട് മുട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രതിവർഷം 200 മുതൽ 240 മുട്ടകൾ വരെയാണ് സാസോ കോഴികൾ മുട്ടകൾ ഇടുന്നത്. ഈ കോഴികളെ തുറന്നു വിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള അസുഖങ്ങളൊന്നും ഇവയ്ക്ക് വരുന്നില്ല. പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക, പെട്ടെന്ന് തൂങ്ങി നിൽക്കുക, അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ഈ സാസോ കോഴികൾക്ക് പൊതുവെ വരുന്നില്ല. നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 2.5 മാസം കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ ഈ കോഴികൾ ഇപ്പോഴും വിറ്റ് പോകുന്നുണ്ട്. സാസോ കോഴിയുടെ മറ്റൊരു പ്രത്യേകത ഇവയുടെ ഇറച്ചിക്ക്, നെഞ്ചിലെ ഇറച്ചിക്ക് കുറഞ്ഞ തോതിലുള്ള കൊഴുപ്പും എന്നാൽ അധിക പ്രോട്ടീനുമുണ്ട്. അത് ഇവയുടെ മാത്രം സവിശേഷതയാണ്. ബ്രോയിലർ കോഴികൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു സാസോ കോഴി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സാസോ കോഴികൾ പൊതുവെ ശരീരഭാരം അല്പം കൂടുമ്പോൾ കൂടുകളിൽ ഇരിക്കാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവയുടെ ഇറച്ചിക്ക് ഇവയെ പാകമായിട്ടുണ്ട് എന്നുള്ളത്. 80 ദിവസം മുതൽ 84 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവയെ ഇറച്ചിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൃത്യമായിട്ട് തീറ്റ കൊടുത്ത് 8 മാസം മുതൽ 9 മാസം വരെ നമ്മൾ സാസോ കോഴികൾ വളർത്തുവാണെങ്കിൽ ഒരു കോഴിക്ക് 4 മുതൽ 4.5 കിലോ വീതം ഭാരം ഉണ്ടാകും. ഇറച്ചി ആവശ്യത്തിന് വേണ്ടി അധികമായിട്ട് ഏതെങ്കിലും കോഴികൾ നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ സാസോ കോഴികൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. സാസോ കോഴിയുടെ ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിന് കീപ് വാച്ചിങ് തിങ്പാത്ത്. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ തിങ്പാത്ത് സൈനിങ് ഔട്ട്.